സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് എക്കാലത്തും ജനകീയ സംഗീതം നിർവഹിച്ചിട്ടുള്ളതെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. മതിലകം കളരിപ്പറമ്പിൽ ജനകീയ സംഗീത പ്രതിഭ ES സതീഷ് ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന വർഗം എക്കാലത്തും അവരുടെ തൊഴിലിടങ്ങളിൽ തൊഴിലിനൊപ്പം പാട്ടുമായി ചേരുമായിരുന്നു. അധ്വാനത്തെ അനായാസമാക്കാനും സാമൂഹിക വിശാലതയ്ക്കും പാട്ടെന്നും മനുഷ്യന് കൂട്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മണപ്പുറത്തെ വലിയൊരു നാടകകലാ സംഘമായി നമ്മെ ഉണർത്തിയ കലാകാരന്മാരായി, ഉണർത്ത് കൂലി വാങ്ങാത്ത കലാകാരന്മാരായി, ഉണർത്തിയതിന് അവരാരും കൂലി വാങ്ങിയില്ല. പലരും സാംസ്കാരിക രക്തസാക്ഷികളായി മറഞ്ഞുപോയി. അങ്ങനെ ഒരു പദം ഞാൻ പറയാറുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി കലയിലൂടെ രക്തസാക്ഷിത്വം വഹിച്ച എത്രയോ ആളുകൾ, സപ്തകശ്മി തൊട്ടുള്ള ഇന്ത്യൻ സാഹചര്യത്തിലുള്ള വലിയ ആളുകൾ പോലെ തന്നെ കേരളത്തിൽ ഒരു കാലത്ത് കലയ്ക്ക് വേണ്ടി, കലയിലൂടെ മനുഷ്യരെ ജാതിമതാതീതമായ ഐക്യത്തിലേക്ക് ഉണർത്താൻ വേണ്ടി നമ്മെ ഉണർത്തിയ പൂങ്കോഴികളെ പോലെ പാടി നടന്ന് മൺമറഞ്ഞു പോയ അനേകം സാംസ്കാരിക രക്തസാക്ഷികളാണ്. അതിലൊരാളായിട്ടാണ് പക്ഷെ കുറെ കാലം കൂടി ജീവിക്കേണ്ടിയിരുന്നു സുരേഷ് ബാബു. തന്റെ ഈ ആരോഗ്യം പോലും പകവയ്ക്കാതെയുള്ള ഓട്ടത്തിന്റെയും വീണില്ല. അദ്ദേഹത്തിന്റെ പേരിലാണ് AV സതീഷിന് പുരസ്കാരം നൽകുന്നത്. സതീഷിന് കൊടുക്കുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം. സതീഷ് പാലക്കാട് ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരുടെ പേരിലുള്ള കോളേജിൽ മ്യൂസിക് വിദ്യാർത്ഥിയായിരുന്ന കാലത്തിൽ ഞാനവിടെ പ്രസംഗം വരും. സതീഷ് സതീഷ് അവിടുത്തെ യൂണിയൻ ചെയർമാനാണ്. എന്ന് മാത്രമല്ല, സംഗീത കോളേജിൽ ചരിത്രത്തിൽ നടത്തിയിട്ടില്ലാത്ത ഒരു സമരം നടത്തിയല്ലോ. സംഗീത കോളേജിന്റെ ചരിത്രത്തിൽ കുട്ടികൾ സമരം ചെയ്തിട്ടില്ല. സതീഷിന്റെ നേതൃത്വത്തിൽ അങ്ങനെ സമരം നടന്നു. അന്ന് അവിടെ ഗാനപുഷ്പത്തിന് എന്റെ ഭാര്യയുടെ സഹോദരൻ വിനോജ് പഠിച്ചു. സതീഷ് ബാബു അനുസ്മരണ സമിതി ചെയർമാൻ EG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമ സതീഷ് ബാബു സ്മാരക പുരസ്കാരം ജനകീയ ഗായകൻ AV സതീഷിന് ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാനിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തിവത്തായ ഒരു കേന്ദ്രം പുരോഗമന കലാസാഹിത്യ സംഘവും യുവരാജ സാഹിത്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കളരിപ്പറമ്പിൽ വെച്ച് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് വ്യക്തിപരമായ വലിയ സന്തോഷമാണ്. കാരണം നാട്ടുപുറത്ത് സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടിയുള്ള വേദികൾ ഉണ്ടാകുമെങ്കിലും പ്രസംഗം ശ്രദ്ധയോടെ കേൾക്കുന്ന കുട്ടികളും മുതിർന്നവരും എല്ലാം അടങ്ങുന്ന ഒരു വേദി ഇപ്പോൾ അതുകൂടെയാണ്. നാടക പ്രവർത്തകൻ PK വാസുവിനെ MK പ്രേമാനന്ദൻ ആദരിച്ചു. നമിത സതീഷിന്റെ ഐസീൻ നോവലിന്റെ ബ്രോഷർ ജിന്നൻ പ്രകാശനം ചെയ്തു. UK സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സോമൻ താമരക്കുളം, MS ദിലീപ്, PJ നാസർ, PV സജിത, ശ്രീനിവാസൻ ഐനിപ്പുള്ളി, TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സതീഷ് ബാബു അനുസ്മരണ സമിതിയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ഗ്രാമീണ വായനശാലയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സംഗീത നിശയും ഉണ്ടായിരുന്നു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ. ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.